അടുത്തതായി നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ 5 തരത്തിലുള്ള ബേസിക് റിക്രൂട്ട്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ഓതൻറ്റിക്കേഷൻ, 2 കോൺഫിഡൻഷ്യാലിറ്റി, 3 ഇൻ്റഗ്രിറ്റി, 4 റെപ്യൂട്ടബിലിറ്റി, 5 പ്രൈവസി. ഇനി നമുക്ക് അതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ റിക്രൂട്ട്മെൻറ്റ് 5 തരത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഓരോന്നായി നോക്കാം. 1 ഓതൻറ്റിക്കേഷൻ. ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ മസ്റ്റ് ബി ഏബിൾ ടു അഷ്വർ ദാറ്റ് ദേ ആർ ഇൻ ഫാക്ട് ഡ്യൂറിങ് ബിസിനസ് ആൻഡ് സെൻഡിങ് പ്രൈവറ്റ് ഇൻഫോർമേഷൻ വിത്ത് എ റിയൽ ആൻഡ് എക്സിറ്റ് ബിസിനസ് ഓർഗനൈസേഷൻസ്. അതായത് കസ്റ്റമേഴ്സ് ഉറപ്പുവരുത്തണം അവർ ബിസിനസ് ചെയ്യുന്നതും അതുപോലെ ഇൻഫോർമേഷനുകൾ പ്രൈവറ്റ് ആയിട്ടാണ് അയക്കുന്നതെന്നും. അതായത് നിലനിൽക്കുന്ന ബിസിനസ് ഓർഗനൈസേഷനുകൾ അല്ലേ എന്ന്, ശരിയാണോ തെറ്റാണോ അല്ലേ എന്ന് റിയൽ ആയിട്ട് അഷ്വർ ചെയ്യേണ്ടതുണ്ട്, അതായത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അടുത്തതായി നമുക്ക് സെക്കൻഡ് വൺ ആയിട്ട് പറയാനുള്ളത് കോൺഫിഡൻഷ്യാലിറ്റി ആണ്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ all messages in the e-marketing environment should be confidentiality. Information must be protected from the eyes of unauthoritated internal users and external hackers. അതായത് എല്ലാ മെസ്സേജുകളും ഈ മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റിൻ്റെ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. ഇൻഫോർമേഷൻസ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി ഇൻ്റർനാഷണൽ യൂസേഴ്സിൽ നിന്ന് അതുപോലെ ഹാക്കേഴ്സിൽ നിന്നും ഈ കോൺഫിഡൻഷ്യാലിറ്റി, ഈ ഇൻഫോർമേഷൻസിനെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തതായി നമുക്ക് പറയാനുള്ളത് ഇൻ്റഗ്രിറ്റി ആണ്. ഇൻ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ മസ്റ്റ് ബി റിമൈനിങ് അൺമോഡിഫൈഡ് ഡ്യൂറിങ് ദ ട്രാൻസിറ്റ് ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് സർവർ. Communication must be protected from undurable alternation by third parties in transmission internet. അതായത് ട്രാൻസാക്ഷൻ എപ്പോഴും അൺമോഡിഫൈ ആയിരിക്കും. അങ്ങനെ അൺമോഡിഫൈ ആയിട്ടാണ് ട്രാൻസാക്ഷന് നിലനിർത്തി കൊണ്ടുവരേണ്ടത്. അത് ഏത് സമയത്താണെന്നറിയോ ഇങ്ങനെ ഈ ട്രാൻസാക്ഷനെ അൺമോഡിഫൈ ആയിട്ട് നിലനിർത്തേണ്ട സമയം? ക്ലൈമറ്റും സർവറും തമ്മിലുള്ള ട്രാൻസിറ്റിൻ്റെ സമയത്ത്. പിന്നെ ഇൻ്റർനെറ്റ് ട്രാൻസാക്ഷൻ വരുന്ന തേർഡ് പാർട്ടീസിൽ നിന്നും കമ്മ്യൂണിക്കേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഒക്കെ ചെയ്യണം എന്നാണ് ഈ ഇൻ്റഗ്രിറ്റി പറഞ്ഞു വരുന്നത്. അടുത്തതായി നമുക്ക് പറയാനുള്ളത് നോൺ റെപ്യൂട്ടബിലിറ്റി ആണ്. നോൺ റെപ്യൂട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ സെൻഡിങ് മെസ്സേജ് ദ സെൻഡർ ഷോൾഡ് നോട്ട് ബി ഏബിൾ ടു ഡിനൈ ദ മെസ്സേജ് ആഫ്റ്റർ സം ടൈം. അതായത് ഒരു മെസ്സേജ് സെൻഡ് ചെയ്തതിന് ശേഷം മെസ്സേജ് അയച്ച ആൾ ആ മെസ്സേജ് ഡിനൈ ചെയ്യാൻ പാടില്ല. അതായത് സം ടൈം, കുറച്ച് ടൈം മാത്രമേ അത് ഡിനൈ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നോൺ റെപ്യൂട്ടബിലിറ്റി പറയുന്നത്. അടുത്തതായി നമുക്ക് പറയാനുള്ളത് ഇതിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ആയ പ്രൈവസിയാണ്. പ്രൈവസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഷോൾഡ് ബി സഫിഷ്യൻറ്റ് പ്രൊഫഷൻ ടു സേഫ് ഗാർഡ് മെസ്സേജ് ദാറ്റ് ഈസ് ബിഗിനിങ് സെൻഡ് ഓർ റിസീവ്ഡ് ഓവർ ഇൻ്റർനെറ്റ്. ദ മെസ്സേജ് മെനി സംടൈം ബി റീഡർ ഓർ event alternated by some interloper. This problem technologically called unauthoritated network monitoring or packet sniffing. അതായത് ഈ മെസ്സേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിനൊരു സംരക്ഷണം വേണം. അതിനായി ഉപയോഗിക്കുന്ന ഒരു അതിനെ സേഫ് ആക്കുന്ന ഒരു സംഭവമാണ് സേഫ് ഗാർഡ്. എല്ലാ മെസ്സേജ് അയക്കുമ്പോഴും അതിനൊരു സേഫ് ഗാർഡ് ഉണ്ടായിരിക്കണം. മെസ്സേജ് ഇൻ്റർനെറ്റിലൂടെ റിസീവ് ചെയ്യുകയും അതുപോലെ സെൻഡ് ചെയ്യപ്പെടുകയും വേണം. അങ്ങനെ മെസ്സേജ് റിസീവ് ചെയ്യപ്പെടുകയും സെൻഡ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ മെസ്സേജ് അതിലൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. അതിലൊന്നാണ്
അതിൽ ചേഞ്ച് വരുത്തുകയും അത് ഹാക്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ പ്രോബ്ലത്തിനെ പറയുന്ന പേരാണ് അൺഅതോറിറ്റഡ് നെറ്റ്വർക്ക് എന്ന്. നെക്സ്റ്റ് ടോപ്പിക്കായി വരുന്നതാണ് സെക്യൂരിറ്റി ടൂൾസ്. There are numerous threats that appear on the internet or are spread throughout the internet. Such threats include viruses, hackers, denial of service, and information theft. There are also internal threats from staff and backdoors. There are some software technology that can be used to face such threats. സെക്യൂരിറ്റി റിസ്ക് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസിനെയാണ് സെക്യൂരിറ്റി ടൂൾസ് എന്ന് പറയുന്നത്. അതുപോലെ റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഈ റിസ്ക് എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൂൾസ് ഉപയോഗിക്കുന്നു. അതിൽ ഫസ്റ്റ് വണ്ണാണ് ആൻറ്റി വൈറസ് പ്രോഗ്രാം. ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ക്രിട്ടിക്കൽ എലമെൻറ്റ് ഓഫ് ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി സിസ്റ്റം ഈസ് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ. ഇഫ് ഓർഗനൈസേഷൻ ഡു നോട്ട് ഹാവ് അപ് ടു ഡേറ്റ് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ, ദർ ആർ ആസ്കിംഗ് ഫോർ ട്രബിൾ. Antivirus software scan computers for signature of the virus. A virus signature is unique part of the virus. ആൻറ്റിവൈറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്. എപ്പോഴാണ് സിസ്റ്റത്തിലേക്ക് വൈറസ് കയറുന്നത് അപ്പോഴെല്ലാം ആൻറ്റിവൈറസ് പ്രോഗ്രാം അതിനെ ഡിഗേറ്റ് ചെയ്യുന്നു. ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് അപ്ഡേറ്റ് ആയിരിക്കണം. ആൻറ്റിവൈറസ് പ്രോഗ്രാം ഉണ്ടെങ്കിലേ സിസ്റ്റത്തിലെ എല്ലാ വൈറസ് അറ്റാക്കിൽ നിന്ന് സിസ്റ്റത്തിനെ സേവ് ആക്കി വയ്ക്കാൻ സാധിക്കുള്ളൂ. ഇത് വൈറസിനെ മുൻകൂട്ടി കണ്ടിട്ട് ഇതിനെ നശിപ്പിക്കുന്നു. രണ്ടാമതായി വരുന്നതാണ് Integrity checking software. Integrity checking software should be installed on the server to face many threats. The idea behind this is that database file checksum for critical system file will be created for each of the computers. The integrity checker will be then run to regular intervals to ascertain whether data have been changed by hacker. ഇൻ്റഗ്രിറ്റി ചെക്കിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സിസ്റ്റത്തിൽ ഇൻ്റഗ്രിറ്റി ചെക്കിംഗ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ ധാരാളം ത്രെഡ്സ് ഫേസ് ചെയ്യാൻ സാധിക്കും. സിസ്റ്റത്തിൽ ക്രിട്ടിക്കൽ ഫയൽസ് ഉണ്ടെങ്കിൽ ഇൻ്റഗ്രിറ്റി ചെക്കിംഗ് സോഫ്റ്റ്വെയർ റെഗുലർ ഇൻ്റർവെല്ലിൽ സിസ്റ്റത്തിൽ റൺ ചെയ്യും. അപ്പോൾ ഹാക്കർ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഫയൽസ് എല്ലാം സേവ് ആൻഡ് സെക്യൂർ ആയിട്ട് വയ്ക്കാൻ സാധിക്കും. നെക്സ്റ്റ് പോയിൻ്റായിട്ട് വരുന്നതാണ് ഓഡിറ്റ് ലോങ്സ്. ദ ഓഡിറ്റ് ലോങ്സ് അലോങ് വിത്ത് ദി ഫെയർവാൾ ലോങ്സ് ആർ ടു ബി എക്സാമിൻഡ് ഓൺ ദ സെമി റെഗുലർ ബേസിസ് വിത്ത് ദ എയിം ഓഫ് ഡിഡക്ഷൻ ഓഫ് അബ്നോർമൽ ആക്ടിവിറ്റി. ദ ലോങ്സ് വിത്ത് ബി യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ സോഴ്സ് ഓഫ് സം ഹാക്കിംഗ് അറ്റംപ്റ്റ്സ് ടു ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്സ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും അബ്നോർമൽ ആക്ടിവിറ്റി സിസ്റ്റത്തിൽ നടക്കുന്നുണ്ടോയെന്നോ അത് കണ്ടുപിടിക്കുകയും പിന്നെ ഹാക്കിംഗ് സോഴ്സ് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ഹാക്കിംഗ് അറ്റംപ്റ്റ് ഉണ്ടോ എന്ന് അറിയാനും അഥവാ ഉണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാനും സഹായിക്കുന്ന ടൂളിനെയാണ് ഓഡിറ്റ് ലോങ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാലാമത്തെ ടൂളാണ് ഫെയർവാൾസ്. ഫെയർവാൾ ക്യാൻ ബി യൂസ്ഡ് ടു മിനിമൈസ് ദ റിസ്ക് ഓഫ് സെക്യൂരിറ്റി ബ്രാഞ്ചസ് ആൻഡ് വൈറസസ്. ഫെയർവാൾസ് യൂഷ്വലി ക്രിയേറ്റഡ് ടു സോഫ്റ്റ്വെയർ മാൻഡൻ ഓൺ സെപ്പറേറ്റ് സെർവർ ടു ദ പോയിന്റ് ദ കമ്പനി ഈസ് കണക്റ്റഡ് ദ ഇൻ്റർനെറ്റ്. Firewall software can be configured to accept only link from trusted domains respecting the office the company of account customers. കമ്പനിയുടെ സെർവർ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് പ്രധാനമായും ഫെയർവാൾസ് യൂസ് ചെയ്യുന്നത്. ഫെയർവാൾസിലൂടെ മാത്രമായി ഇൻ്റർനെറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ത്രെഡ്സ് ഒക്കെ വരുമ്പോൾ അത് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഫെയർവാൾസ് അത് സോൾവ് ആക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കാണ് ബേക്കപ്സ്. ഇൻ ഓർഡർ പ്രൊട്ടക്ട് ദ ഡാറ്റ ഇൻ ദ സിസ്റ്റം വിത്ത് ടേക്ക് ബേക്കപ്സ് ഓൾ ദ ക്രിട്ടിക്കൽ ഫയൽസ് ഇൻ ദ വെബ് സെർവർ. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ബേക്കപ്സ്. വെബ് സെർവറിലുള്ള എല്ലാ ക്രിട്ടിക്കൽ ഫയൽസും ബേക്കപ്പ് ചെയ്ത് സൂക്ഷിക്കുന്നു. ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉപയോഗിച്ച് ബേക്കപ്പ് ചെയ്ത് സൂക്ഷിക്കാം. നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാ ക്രിട്ടിക്കൽ ഫയൽസിലെ ഡാറ്റാസ് എല്ലാം പെൻഡ്രൈവിലാക്കി സൂക്ഷിക്കുന്നത് പോലെ. നെക്സ്റ്റ് ടോപ്പിക്കാണ് എൻക്രിപ്ഷൻ. എൻക്രിപ്ഷൻ സോഫ്റ്റ്വെയർ യൂസ് ടു ക്രിപ്റ്റോഗ്രഫി ഈസ് യൂസ്ഡ് ടു secure all financial matters in transmission of any sensitive information. Encryption is process that conceals meaning by changing message into message. It is the scrambling of information into a form that cannot be readable. അയക്കുന്ന മെസ്സേജ് റിസീവറിന് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു പ്രത്യേക കോഡ് ഉപയോഗിക്കുന്നു. ഈ പ്രോസസ്സിനെയാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. റിസീവറിന് എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് മാത്തമാറ്റിക്കൽ ഫോർമുലസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്പേഴ്സ് ഉപയോഗിച്ച് അത് കൃത്യമായി ഡീക്രിപ്റ്റ് ചെയ്ത് മനസ്സിലാക്കുന്നു. നെക്സ്റ്റ് പോയിൻ്റാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഡിജിറ്റൽ സിഗ്നേച്ചർ ആർ യൂസ്ഡ് നോട്ട് ഓൺലി ടു വെരിഫൈ authentically of the message and claimant identify the sender but also verify message integrity. A message is encrypted with the sender's private key to generate the signature. ഡിജിറ്റൽ സിഗ്നേച്ചർ മെസ്സേജിൻ്റെ ഓതൻസിറ്റി വെരിഫൈ ചെയ്യാനും സെൻഡറുടെ
സെൻഡറുടെ ഐഡൻറ്റിഫൈ വെരിഫൈ ചെയ്യാനും ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഹാക്ക് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പ് വരുത്താനും കൂടി ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്. എ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഈസ് എൻ ഇലക്ട്രോണിക് ഫയൽ ദാറ്റ് യൂണിക്കലി ഐഡൻറ്റിഫൈ ഇൻഡിവിജ്വൽ ആൻഡ് വെബ്സൈറ്റ് ഓൺ ദ ഇൻ്റർനെറ്റ് ആൻഡ് എനേബിൾ സെക്യൂർ confidential communication. The security of transaction can be further strengthened by use of digital certificate. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഫയലിൻ്റെ രൂപത്തിലുള്ള സർട്ടിഫിക്കറ്റാണ്. ഇൻ്റർനെറ്റിലുള്ള വെബ്സൈറ്റിനെയും ഇൻഡിവിജ്വൽസിനെയും യൂണിക്കലി ഐഡൻറ്റിഫൈ ചെയ്യാനും എന്നിട്ട് അത് സർട്ടിഫിക്കറ്റ് ചെയ്യുന്നു. ഇത് എന്തിനു വേണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിലൂടെ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ കോൺഫിഡൻഷ്യൽ ആണെന്നും സെക്യൂർഡ് ആണെന്നും അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് കുറച്ചുകൂടെ സ്ട്രെങ്ത് ഉണ്ടാവുകയും ചെയ്യുന്നു. 9ാമത്തെ പോയിൻ്റാണ് SSL പ്രോട്ടോകോൾ ഈസ് എൻ ഇൻഫോർമേഷൻ ടെക്നോളജി ഡെവലപ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് സേഫ്റ്റി for the internet. SSL enable a private link to be set between customer. Encryption is used to scramble to details of a transaction as it is passed between the sender and receiver, and also when the details are held on the computers at each end. ഇതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇൻ്റർനെറ്റിലൂടെ സുരക്ഷിതമായി ഇൻഫോർമേഷൻസ് കൈമാറുന്നതിന് ഡെവലപ്പ് ചെയ്ത ടെക്നോളജിയാണ്. അടുത്ത പോയിൻ്റാണ് സെക്യൂർ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ. ഇറ്റ് അലോ പ്രാക്ടീസ് ടു കൺഫേം ഈച്ച് അതർ ഐഡൻറ്റിറ്റി ബട്ട് എംപ്ലോയിങ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്. SCT ഓൾവേസ് ടു ബയർ ടു കൺഫേം ദാറ്റ് ദ മെർച്ചൻറ്റ് ടു ലിഗ്നിമേറ്റ് ആൻഡ് കൺവെർഷ്യലി ഓൾവേസ് ദ മെർച്ചൻറ്റ് വെരിഫൈ ദാറ്റ് ദ ക്രെഡിറ്റ് കാർഡ് ടു ബീയിങ് യൂസ്ഡ് ബൈ ഇറ്റ്സ് ഓണർ. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റിന് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളിനെയാണ് സെക്യൂർ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിൻ്റാണ് ഹാർഡ്വെയർ ടെക്നോളജീസ്. ഫോർ സെക്യൂർ ഇൻഫോർമേഷൻ സം ഹാർഡ്വെയർ ടെക്നോളജീസ് ആർ യൂസ്ഡ്. ദ ഹാർഡ്വെയർ ടെക്നോളജീസ് ഇൻക്ലൂഡ് നെറ്റ്വർക്ക് ഇൻസ്ട്രക്ഷൻ ഹാർഡ്വെയർ, ഫിസിക്കൽ സെക്യൂരിറ്റി മെഷേഴ്സ് ആൻഡ് വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആൻഡ് സ്മാർട്ട് കാർഡ്. വിവരങ്ങൾ സുരക്ഷിതമാക്കുന്നതിന് ഹാർഡ്വെയർ ടെക്നോളജീസ് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കായി വരുന്നതാണ് ഹാക്കിംഗ്. ഹാക്കിംഗ് ഈസ് എ കമ്പ്യൂട്ടർ ക്രൈം ഇൻ വിച്ച് ദ ക്രിമിനൽസ് ബ്രേക്ക് ഇൻ ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം ഫോർ എക്സ്പ്ലോയിങ് ഡീറ്റെയിൽസ് ഓഫ് ഇൻഫർമേഷൻ എക്സെട്ര. ഇറ്റ് മീൻസ് ഡിലീറ്റിംഗ് ടു altering information to residing to in computer resource of diminishing its value of utility to affecting any means which the intent of case of wrongful loss or damage to the public or person. ഹാക്കിംഗ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ക്രൈമാണ്. ഏതെങ്കിലും ക്രിമിനൽസ് നമ്മുടെ സിസ്റ്റത്തിലെ ഇൻഫർമേഷൻസ് ഡാറ്റാസ് നശിപ്പിക്കുന്നതിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്.